ഫ്ലവേഴ്സ് ടി വിയുടെ ഉപ്പുമുളകും എന്ന പരമ്പര ഇനി ഒരു ഓർമ്മയിൽ മാത്രമാണോ? എത്ര എത്ര മധുരിക്കുന്ന ഓർമ്മകളാണ് നമുക്കൊക്കെ ഉപ്പുമുളകും എന്നുള്ള ആ പരമ്പര സമ്മാനിച്ചത്. അത് കാണുന്നവർക്ക് കണ്ടിരുന്നവർക്ക് ഒക്കെ അറിയാം, ഇന്ന് അത് ജീർണിച്ച് വളരെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് അതിനെ ഇഷ്ടപ്പെടുന്നവർക്കും കണ്ടവർക്കും കാണുന്നവർക്കും ഒക്കെ സങ്കടമുള്ള കാര്യമാണ്. കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമോ? ഉണ്ടാവും, തീർച്ചയായും. ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, അതുപോലെ തന്നെ ഓരോ ആഘോഷങ്ങളും അതിൻ്റേതായ വിധത്തിൽ ഒക്കെ ആഘോഷിച്ചിരുന്ന ഒരു ഉപ്പുമുളകും കാലം ഉണ്ടായിരുന്നു. ബാലുവും നീലുവും ശങ്കരനും ഫാസിയും മുടിയനും അട്ടോചന്ദ്രനും, അതേപോലെ തന്നെ ഒട്ടനവധി ഓർമ്മകൾ നൽകുന്ന പാറമട വീടും നെയ്യാറ്റിങ്കര വീടും, അതുപോലെ തന്നെ പടവലം വീടും, അവിടെയൊക്കെ ഉള്ള അപ്പൂപ്പനും അമ്മൂമ്മയും, അതേപോലെ തന്നെ അയൽവാസികളായി മറ്റും വന്ന അനവധി കഥാപാത്രങ്ങൾ. ഇതൊക്കെ ഇനി ഓർമ്മയിൽ മാത്രമാണോ? നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പോലെ ഇനി ഉപ്പുമുളകിലെ ഈ കാര്യങ്ങളൊക്കെ വെറും ഓർമ്മയായി മാറുകയാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായും അതൊക്കെ ഓർമ്മയാണ്. ഞാൻ കാണാറുണ്ട് പഴയ എപ്പിസോഡുകളൊക്കെ പലവട്ടം. ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഒരു വല്ലാത്ത ഇഷ്ടം ആ ഒരു പരമ്പരയോട് എനിക്കുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. പലരെയും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് അതിനെ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒന്നിനൊന്ന് താഴോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയും ഇതിനെ ഒന്ന് കൊണ്ടുപോകണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പരമ്പര, ഒരു ചാനലിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഉപ്പുമുളകും പരമ്പരയെക്കുറിച്ച് പറയാനുള്ളത്. ഫ്ലവേഴ്സ് ചാനൽ ഇന്ന് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഉപ്പുമുളകിൻ്റെ ഒരു പഴയ ഓർമ്മകളും എപ്പിസോഡുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ പകൽ സമയത്ത് മിക്കപ്പോഴുമൊക്കെ അവർ കാണിക്കുന്നത് ഉപ്പുമുളകിൻ്റെ പഴയ എപ്പിസോഡുകളാണ്. അത് കാണുമ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള അനേകായിരങ്ങളുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാം. എന്നിട്ടും അവരെന്തുകൊണ്ട് അതിനെ ഒന്ന് പുനർനിർമ്മിച്ച് നല്ലതുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല? എങ്ങനെയും തട്ടിക്കൂട്ടിയ ചില ദിവസങ്ങൾ തള്ളി പോകാൻ വേണ്ടി മാത്രമുള്ള പരമ്പരയാണ് ഇന്ന് മാറിയിരിക്കുകയാണ്. സങ്കടകരമാണ് കാണുമ്പോൾ. പഴയത് കാണുമ്പോൾ ഉള്ള എന്തോ ഒരു സന്തോഷം, ഓണാഘോഷങ്ങളും അതേപോലെ തന്നെ ഫാസിയും ശങ്കരനും ഒക്കെ ഉള്ള മദ്യപിച്ചും ഒക്കെ ഉള്ള ബഹളം ഉണ്ടാക്കലും കളിക്കലും ചിരിക്കലും ഒക്കെ, അതെല്ലാം ഓരോ കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ നൽകുന്നതാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമാണ്. ഇതുപോലൊരു പരമ്പര ഉണ്ടാകുമായിരിക്കാം. എന്തായാലും ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഇതിൻ്റെ തുടക്കം മുതൽ കാണുന്ന ഒരാളാണ്. ഒരു വട്ടമല്ല പലവട്ടം. അതുപോലെ വീണ്ടും വീണ്ടും പഴയതും കാണുന്നുണ്ട്. ടി വിയിൽ കാണുന്നതും അതേപോലെ തന്നെ യൂട്യൂബ് വഴിയും ഒക്കെ പഴയത് കാണാനും എനിക്ക് ഇഷ്ടവും സന്തോഷവും തന്നെയാണ്. ഞാൻ അത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കാണുന്ന കുറേ ആളുകളുണ്ടെന്നറിയാം. അവരുടെയൊക്കെ ഓർമ്മ ഇത്തരം ഓണാഘോഷങ്ങളിലും അതേപോലെ തന്നെ എല്ലാതരം ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാം അതിൻ്റേതായ വിധത്തിൽ ആഘോഷിക്കുന്നുണ്ട്. ആ പഴയ ആളുകളിൽ ചിലരൊക്കെ നമ്മെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഏകദേശം ആളുകളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാവുന്നത്.